ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡും പ്രൊമോയും ചേർത്തിട്ടാണ് പറയുന്നത്. കേൾക്കാത്തവർ മാത്രം കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷി ധർമ്മനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയാണ്, മാമൻ കൃഷ്ണമംഗലത്തേക്ക് പോകണം, അനുമോളെ കാണണം എന്ന്. ഞാൻ ആ പടി ചവിട്ടില്ല. എൻ്റെ അളിയനെയും ചേച്ചിയും ഇത്രത്തോളം വേദനിപ്പിച്ച് ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ആ പടി ചവിട്ടണോ മോളെ? പോകണം, പോയേ പറ്റൂ. എനിക്ക് വേണ്ടി പോകണം. എന്തിനാണ്? വേറെ ഒന്നിനുമല്ല. അവിടെ പോയി നമ്മുടെ അനുമോളെ കാണണം, സംസാരിക്കണം. മാമൻ അവിടെ ചെന്ന് അനുമോളെ കണ്ടിട്ട് സംസാരിക്കണം. എന്നിട്ട് അമ്പലത്തിലേക്കൊന്ന് വരാൻ പറയണം, ഞങ്ങൾക്ക് കാണണമെന്ന് പറയണം. മോളെ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഞാനിനി അവിടെ ചെന്നാൽ അവളെ കണ്ടാലും അവൾ വരുമോ? വരണം, മാമ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരണം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് കേട്ടോ. ഈ സമയത്ത് അലോകാണെങ്കിൽ അനുമോൾ കുളിക്കാൻ പോകുന്ന നേരത്ത് ആ കത്തി എവിടെയെന്ന് അവിടെയൊക്കെ തപ്പുവാണ്. തലകണീൻ്റെ അടിയിൽ നിന്ന് അത് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഇന്നലെ രാത്രി ഇതിലാണല്ലോ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയത്. ഇന്ന് അതിനുള്ള പണി ഞാൻ ഇവൾക്ക് തിരിച്ച് ഇതുകൊണ്ട് തന്നെ കൊടുക്കാം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അനുമോൾ കുളിച്ചിട്ട് ഇറങ്ങി വരുവാണ്. അലോകിൻ്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് കാണുകയാണ് കേട്ടോ. എടി, നീ എന്താ വിചാരിച്ചത്? ഇത് വെച്ച് പേടിപ്പിക്കാമെന്നല്ലേ എന്നെ? ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ്. ഇനി ഞാൻ നിനക്കുള്ള പണി തരാം. അപ്പോൾ തന്നെ ഒരു പുച്ഛഭാവത്തോടുകൂടി ഒരു പേടിയില്ലാണ്ട് നമ്മൾ അനുമോൾ നിൽക്കുമ്പോൾ അലോകിന് ദേഷ്യം വരാണ്. എടി, നീ എന്താടി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ പേടിക്കാത്ത പോലെ നിൽക്കുന്നത്? നിൻ്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഉള്ളിൽ നല്ല ഭയമുണ്ട്, എന്നിട്ട് പുറത്ത് കാണിക്കാൻ നിൽക്കുക. ഒന്ന് പോടാ അങ്ങോട്ട്. നിന്നെ ആർക്ക് ഭയം? എനിക്കോ? എന്താടി നീ പറഞ്ഞത്? എന്നെ നിനക്ക് പേടിയില്ലേ? എന്നാൽ നീ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അനുമോളെ അടിക്കാൻ കൈവെക്കുമ്പോൾ അനുമോൾ ആ കൈ പിടിച്ച് ഒടിച്ച് വെക്കുക കേട്ടോ. കുനിച്ച് നിർത്തി 2 ഇടിയും കൊടുത്ത് കാലിൻ്റെ ഇടയിലേക്ക് ഒരു ചവിട്ടും വെച്ച് കൊടുക്കുക കേട്ടോ. അതോടുകൂടി നമ്മുടെ അലോക് അയ്യോ അമ്മയെന്ന് വിളിച്ച് നിലവിളിച്ച് ആ കട്ടിലേക്ക് വീഴുവാണ്. ഈ ശബ്ദം കേട്ടും കൊണ്ട് താഴെ നിന്ന് അച്യുതനും രാജശ്രീയും ചോദിക്കുന്നു, അയ്യോ അവിടെ എന്താ ബഹളം? ഒരു സൗണ്ട് കേട്ടില്ല അലോകിൻ്റെ. അപ്പോഴാണ് അച്യുതനോട് രാജശ്രീ പറയാ, ഏട്ടാ അത് വേറൊന്നുമല്ല, അവർ ഇന്നലെ കല്യാണം കഴിഞ്ഞ പിള്ളേരല്ലേ, അവിടെ റൊമാൻറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതാവും. ഇതാണോടി റൊമാൻറ്റിക്? അവൻ നിലവിളിക്കും പോലെയല്ലേ സൗണ്ട് കേട്ടത്? നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോയി നോക്കാം. അതിനിടയ്ക്ക് നന്ദിതയും അമ്മയും കൂടെ ഓടി ചെന്നിട്ടുണ്ട് കേട്ടോ. മോനെ അലോകി, എന്താണ് അവിടെ ബഹളം? വാതിൽ തുറക്കടാന്നും പറഞ്ഞുകൊണ്ട്. അലോകിനാണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല, നല്ല ചവിട്ട് കിട്ടിയില്ലേ. അപ്പോൾ അനുമോള് പറയാം, ഇപ്പം ഞാൻ വാതിൽ തുറക്കും, എല്ലാവരോടും ഞാൻ എല്ലാം വിളിച്ച് പറയണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിക്കിടന്നോ, നിൻ്റെ വാ തുറന്നു പോകരുത്, എന്തെങ്കിലും വേണ്ടിയാൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞിട്ടാണ് തുറക്കണം കേട്ടോ. എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല അപ്പച്ചി, ഇവിടെ അലോക് കട്ടിലേക്ക് ഇരിക്കാൻ പോയതാ, അപ്പോൾ നേരെ അങ്ങോട്ട് വീണുപോയി, അതാ ഇവിടെ കിടന്ന് നിലവിളിച്ചത്. അത്രേ ഉള്ളോ? മനസ്സിലാവണുണ്ടടാ എന്നും പറഞ്ഞ് നന്ദിതയും അമ്മയും കൂടെ കളിയാക്കിയിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ അച്യുതന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിലവിളി ആയിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടായ മതിയെന്നും പറഞ്ഞുകൊണ്ട് അലോക് പറയാം, എനിക്കൊന്ന് വെളിയിൽ വരെ പോകണം. അങ്ങനെ ഞൊണ്ടി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാം. താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ധർമ്മം കയറി വരുന്നത്. ധർമ്മനാണെങ്കിൽ കണ്ടപാടെ ദേഷ്യം തുടങ്ങിയിട്ട് പിന്നെ, എന്നാലും ഇങ്ങനെയൊക്കെ നീ ചതിച്ചല്ലോ എന്നും പറഞ്ഞിട്ട്, എടാ നീ എന്തെങ്കിലും ഞൊണ്ടി നടക്കുന്നത്? ഒന്നുമില്ല, നിങ്ങളങ്ങോട്ട് പോയേ. നീ ഇപ്പം വീഴാൻ പോയല്ലോ, എന്താ കാര്യം? നിനക്കെന്താ? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ചെയ്തോ? എല്ലാത്തിനും ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങളങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് പറയാം. അപ്പോൾ തന്നെ ധർമ്മന് ചെറിയൊരു സംശയമായിട്ട് ധർമ്മനകത്തേക്ക് കയറി പോവാട്ടോ. അപ്പം അലോക് വിചാരിക്കുകയാണ്, ഇത്രയും നാൾ ഏട്ടന്മാരുടെ കയ്യിൽ നിന്നായിരുന്നു എനിക്ക് ഇടിയും അടിയും കൊണ്ടത്, ഇനി അവളെ കയ്യിൽ നിന്ന് ഞാൻ കൊള്ളണമല്ലോ ദൈവമേ എന്നും പറഞ്ഞിട്ട് പോവാട്ടോ. അങ്ങനെ അകത്ത് കയറി ചെല്ലുമ്പോൾ അനുമോളെ കാണുകയാണ്. മാമനെ കാണുന്നതും പെട്ടെന്ന് അനുമോള് സങ്കടം കൊണ്ട് അടുത്തേക്ക് ചെല്ലാണ്. നീ എൻ്റെ മുഖത്ത് നോക്കണ്ട, മിണ്ടേ വേണ്ട, ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ. അത് മാമ എന്നോടൊന്ന് മിണ്ടെങ്കിലും ചെയ്യും മാമ, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. നീ കെട്ടിപ്പിടിച്ച് നീ കരയൊന്നും വേണ്ട, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കും. നീ എന്താ കരയണ്ട പോട്ടെ. അല്ല മാമ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. തെറ്റ് നിനക്കത് ബോധ്യമുണ്ടല്ലേ? പാവം, കല്യാണത്തലേന്ന് നീ അവിടുന്ന് ഓടിപ്പോയി ഇങ്ങി വന്നു. നിനക്ക് അലോകിനെയാണ് ഇഷ്ടമാണെന്ന് അറിഞ്ഞെങ്കിൽ നേരത്തെ ഇതൊരു വാക്ക് പറയാൻ എന്താ എല്ലാവരോടും? സത്യം പറ നീ. എന്നിട്ട് അതൊന്നും പറയാണ്ട് പാവം പിടിച്ച ആ വീട്ടിലെ അവസ്ഥ നിനക്കറിയോ? നിൻ്റെ അച്ഛനും അമ്മയും ഇപ്പം എങ്ങനെയാണ് അവിടെ ജീവിക്കണതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരെയൊക്കെ ചതിച്ച് ഒരു നിമിഷം കൊണ്ട് എല്ലാം തല്ലിക്കെടുത്തി. നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? മാമ എന്നോട് ഇങ്ങനെയൊന്നും വഴക്ക് പറയല്ലേ, എന്നെ ഇങ്ങനെയൊന്നും കുറ്റപ്പെടുത്തരുത്. ഇനി കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഞാനിവിടെ വന്ന വേറൊന്നിനുമല്ല. പിന്നെ നിന്നെ ഒന്ന് അമ്പലം വരെ കൂട്ടിക്കൊണ്ട് പോകണം. എന്നെയോ? എന്തിനാ? നീ എൻ്റെ കൂടെ വരണം. മീനാക്ഷിക്കും ഇത്രയ്ക്കും നിന്നെ കാണണമെന്ന് പറയാം. ഇല്ല മാമ, ഞാൻ വരില്ല, എനിക്ക് കാണണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്നെ കൈ വെള്ളയിൽ കൊണ്ട് നടന്നതാ കൊച്ചു അനിയത്തി എന്നും പറഞ്ഞുകൊണ്ട്. അവർ വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലണം. എനിക്ക് അവർ പറയുന്നത് അനുസരിക്കാനേ പറ്റത്തുള്ളൂ. മാമ അത് ഒന്നും പറയണ്ട, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇവിടെ ഇവരോടൊക്കെ ഞാൻ അമ്പലത്തിലാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് നീ അത് ഓർത്ത് വിഷമിക്കണ്ട. നീ പോയി ഡ്രസ്സ് മാറി വാ. അങ്ങനെ പോയി അനുമോൾ ഡ്രസ്സൊക്കെ മാറി വരുവാണ്. അങ്ങനെ
നമ്മുടെ ധർമ്മൻ കൂട്ടിക്കൊണ്ട് പോകട്ടോ. അമ്പലത്തിലെത്തുമ്പോൾ ഒന്നും മിണ്ടണില്ല അനിമോളോട്. പക്ഷേ അനിമോൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. മാമൻ എന്തേലും എന്നോടൊന്ന് മിണ്ട്. ഞാൻ എന്ത് മിണ്ടാൻ, എനിക്കൊന്നും മിണ്ടാനില്ല. നിൻ്റെ ഏട്ടത്തിമാരവിടെ വന്നിട്ടുണ്ട്, അവരോട് പോയി മിണ്ടിയാൽ മതി എന്ന് പറയാട്ടോ. അപ്പോഴാണ് നമ്മുടെ മിത്രയും മീനും കൂടെ അവിടെ വന്നിട്ടുണ്ട്. ആ മിത്ര പറയുന്നുണ്ട് അതേ അനുമോള്. പക്ഷേ മീനാക്ഷിക്ക് അത്ര രസമാവുന്നില്ല കേട്ടോ. മീനാക്ഷി മുഖം കടുപ്പിച്ച് നിൽക്കുക. അത് കാണുമ്പോൾ അനുമോൾക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ അനുമോള് പറയുന്നുണ്ട് അതേ ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ച് നിൽക്കല്ലേ, എനിക്കത് സഹിക്കാനാവില്ല. നീ എന്നോട് മിണ്ടി പോകരുത്. എന്നെ എന്തൊക്കെയായിട്ട് നീ കാട്ടിക്കൂട്ടിയത്, ഒരു വാക്ക് ഞങ്ങളോടും പറഞ്ഞില്ല. എല്ലാം ശരിയാണ്, ജീവനുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞല്ലേ ഇതിൽ സമ്മതിച്ചത്. എല്ലാവരും നാണം കെടുത്തിട്ട് നീ എന്തിനാ അലവലാതിയുടെ കൂടെ ഇറങ്ങിപ്പോയത്? പറ, അവനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ചേച്ചി അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞങ്ങളിതൊന്നും വിശ്വസിക്കില്ല. പിന്നെ ഇതിലെന്താ നടന്നത്? എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. പറ, അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? ഞങ്ങളോട് സത്യം പറ. അവസാനം നമ്മുടെ അനുമോള് വിചാരിക്കുന്നുണ്ട് സത്യം പറയാമെന്ന്. അതെ, അവൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണോ നിങ്ങളുടെ വിവാഹം നടന്നത്? വിവാഹം നടന്നോന്ന് ചോദിച്ചാൽ വിവാഹം ഒന്നും നടന്നില്ല. പിന്നെ അവൻ ചില ഫോട്ടോസുകൾ മോർഫ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് അയച്ചിരുന്നു ചേച്ചി. കല്യാണ തലേന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അവിടെയൊക്കെ കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനിത് കൊടുത്ത് പേടിച്ചു ശരിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സെറ്റിലാക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ആ രാത്രി ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് മാപ്പ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ അന്ന് എന്നെ ഇവിടുന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് പോവുക ചെയ്തത്. എന്നിട്ടെന്തേ പിറ്റേ ദിവസം വരെ എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിച്ചില്ല. പകരം അവൻ്റെ ആവശ്യം എന്താണെന്നറിയോ? ഒരു രാത്രി മുഴുവൻ അവൻ്റെ കൂടെ കഴിഞ്ഞു എന്ന് എല്ലാവരും ബോധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എൻ്റെ കല്യാണം മുടങ്ങും. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും നാണം കെട്ടി നിൽക്കും. അതായിരുന്നു അവന് വേണ്ടത്. ഇപ്പം അത് നടന്നല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ? ഈ താലി ഞാൻ തന്നെ എടുത്ത് കെട്ടിയതാ. അവൻ അവിടെ വന്ന് കിടന്ന് ഷോ കാണിച്ചല്ലോ. അവനൊന്നും അറിഞ്ഞില്ലാന്ന്. അങ്ങനെ അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും കല്യാണം മുടങ്ങി. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നാണക്കേടുവാക്കി ഞാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ സംബന്ധമാടി നീ കാണിച്ചത്? നിനക്കിതൊക്കെ ഞങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ലായിരുന്നോ? ഈ അലവലാതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനൊരു ത്യാഗം ചെയ്യണമായിരുന്നോ? എത്ര കാലം അവനോട് ജീവിക്കാൻ പറ്റും? നിന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും ചേച്ചി. ഞാൻ അവനെ വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ പൊറുതി ജീവിക്കാമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ അവനുള്ള പണി എനിക്ക് കൊടുക്കണം. അവൻ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബക്കാരോട് കാണിച്ചതിനും പകരം എനിക്ക് അവന് വീട്ടണം. അതിനാണ് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ മിത്ര പറയാണ്, മോളെ നീ വിചാരിക്കുമ്പോഴല്ല അവൻ നിന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ എത്ര ടോർച്ചർ ചെയ്യട്ടെ, കുഴപ്പമില്ല. അതിൻ്റെ അപ്പുറം ഞാൻ അവനെ ചെയ്യും. അത്രയ്ക്ക് വാശിയും വൈരാഗ്യവും ദേഷ്യവും എനിക്ക് അവനോടുണ്ട്. അത് തീരണത് വരെ ഞാനിത് തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. മോളെ, ഒരു വാക്ക് ഞങ്ങളോട് നിന്ന് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? അത് ഞങ്ങൾ രക്ഷപ്പെടുത്തില്ലായിരുന്നോ? ചേച്ചി, നിങ്ങളോടെ ഞാൻ പറയാതിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ആരോട്? സുകന്യ ചേച്ചിയോട്. സുകന്യ ചേച്ചിയാണ് ഈ ഫോൺ എൻ്റെയൊക്കെ കൊടുത്തരുതെന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ട് പറഞ്ഞു വിട്ടതും അലോകിൻ്റെ അടുത്ത് എന്നെ വിശ്വസിച്ച്. അറിയാമോ? അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്നിട്ടോ അവരെന്നിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. അറിയാത്ത ഭാവം നടിച്ച് ഒന്നും അറിയാത്ത പോലെ ഇരുന്നില്ലേ? കൊള്ളാമല്ലോ ഇവർ. അങ്ങനെ വിട്ടാൽ പറ്റുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അനുമോള് പറയാം, ചേച്ചി ദയവ് ചെയ്ത് ഈ കാര്യം അവരോട് പോയി ചോദിക്കരുത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അത് നിറവേറ്റണം. മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ദയവ് ചെയ്ത് ചേച്ചി ഇപ്പം പോയി ചോദിക്കരുത്. അതുപോലെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ഒറ്റ മനുഷ്യരും അറിയരുത്. അലോകിനോട് എനിക്ക് ചില കാര്യങ്ങൾ ഇതിനെല്ലാത്തിനും പകരം വീട്ടണം. അതിനുശേഷം ഞാൻ പറയും. അന്നേരം ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അതുവരെ നിങ്ങൾ എനിക്ക് വാക്ക് തരണം, ആരോടും പറയില്ലെന്ന്. അങ്ങനെ വാക്ക് കൊടുക്കാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അനുമോളെ ഇട്ട് ദ്രോഹിക്കണമെന്നുള്ള കൊണ്ട് തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം എടുത്തു കൊടുക്കാൻ അമ്മ ചെല്ലുമ്പോൾ തന്നെ അലോക് പറഞ്ഞിട്ടുണ്ട്, വേണ്ട, അവൾ നിൻ്റെ ഭാര്യയല്ലേ, അവൾ തന്നെ എടുത്തു തരട്ടേന്ന്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് പോരാ, വേറെ വേണം എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അനുമോളെ ചെറിയ രീതിയിൽ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അലോക്. പക്ഷേ അനുമോള് വിട്ടുകൊടുക്കോ? നിനക്ക് ഞാൻ ഇഡ്ഡലി തരാടാ എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് അകത്ത് ചെന്നിട്ട് നമ്മുടെ അലോകിനുള്ള പണിയാണ് കൊടുക്കുന്നത്. പ്രമോല് കാണിക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് മീനാക്ഷി കുത്തി പറയുന്നുണ്ട് വീട്ടിലിരുന്ന് സുകന്യക്കുള്ള പണി. ഇവിടെ അനുമോള് പോയതിന് കാരണക്കാരും ഇവിടെ ചിലരാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ? സുകന്യ ചേച്ചിക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കണമെങ്കിലും അവർ പതിയെ തടി തപ്പനുണ്ട് കേട്ടോ. പക്ഷേ ഉള്ളിൽ പേടിയുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്